പ്രിയ സഹോദരി സഹോദരന്മാരെ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ ശാന്തിയും സമാധാനവും സ്നേഹവും ഞാൻ ആശംസിക്കുന്നു. വിശുദ്ധരുടെ ഈ പരമ്പരയിൽ ഇന്ന് നമ്മൾ വിശുദ്ധ സെബസ്ത്യാനോസിനെ കുറിച്ചാണ് ചിന്തിക്കുകയും ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. നമ്മുടെ കേരളക്കരയിൽ പ്രത്യേകിച്ച് മലയാളികൾ എവിടെയുണ്ടോ അവർക്കെല്ലാം പ്രിയപ്പെട്ട ഒരു വിശുദ്ധനാണ് സെൻറ്റ് സെബാസ്റ്റ്യൻ. ഡെവസ്യാനോസ് എന്നും പറയും. ഈ വിശുദ്ധൻ ജനിച്ച് വളർന്നത് ഇറ്റലിയിലെ മിലാൻ പട്ടണത്തിനടുത്തുള്ള നർബോണ എന്നൊരു സ്ഥലത്താണ്. ക്രിസ്തു വർഷം 255 ഇദ്ദേഹത്തിൻ്റെ ജനനം. ഇദ്ദേഹത്തെ പറ്റി ആദ്യമായി നമ്മൾ കേൾക്കുന്നത് വിശുദ്ധ അംബ്രോസിൻ്റെ ഒരു പ്രസംഗത്തിലാണ്. 4-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വിശുദ്ധ അംബ്രോസ് 118-ാമത്തെ സങ്കീർത്തനം, അതേപ്പറ്റി 22 പ്രസംഗങ്ങൾ വിശുദ്ധ അംബ്രോസ് നടത്തിയിട്ടുണ്ട്. അതിൽ ഒരു പ്രസംഗത്തിൽ ഒരു രക്തസാക്ഷിയെ പറ്റി വളരെ കൂലങ്കഷമായി പറയുന്നുണ്ട്. അത് വിശുദ്ധ സെബസ്ത്യാനോസിനെ കുറിച്ചാണ്. അങ്ങനെയാണ് ആ കാലം മുതൽ ഈ വിശുദ്ധനെ നാം അറിയുന്നത് തന്നെ. അങ്ങനെ 255 ജനിച്ച ഈ സെബാസ്റ്റ്യൻ, അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കന്മാർ വളരെ നല്ല ക്രിസ്തു വിശ്വാസികളായിരുന്നു. നിങ്ങൾക്കറിയാമല്ലോ, അന്ന് റോമിൽ ക്രിസ്ത്യാനികളുടെ എണ്ണം വളരെ കുറവായിരുന്നു. അന്നത്തെ രാജാക്കന്മാരൊക്കെ ക്രിസ്ത്യാനികൾക്ക് എതിരായിരുന്നു. അതുകൊണ്ട് ക്രിസ്ത്യാനിയായി ജീവിക്കുക എന്ന് പറയുന്നത് വളരെ ദുഷ്കരമായൊരു കാര്യമാണ്. അതുകൊണ്ട് വളരെ കുറച്ചു പേര് മാത്രമേ ഈ ഒരു വെല്ലുവിളി ഏറ്റെടുത്തിരുന്നുള്ളൂ. എന്നാൽ സെബാസ്റ്റ്യൻ്റെ മാതാപിതാക്കന്മാർ അത് വളരെ ധീരമായി ക്രിസ്തു വിശ്വാസം അഭ്യസിച്ചിരുന്നവരാണ്. അവരുടെ ജീവിതം മുഴുവനും ക്രിസ്തുവിനെ ആരാധിക്കുക, മഹത്വപ്പെടുത്തുക, ക്രിസ്തു പറയുന്ന കാര്യങ്ങൾ ചെയ്യുക, ഇതൊക്കെ തന്നെയായിരുന്നു. കുട്ടിക്കാലം മുതലേ സെബാസ്റ്റ്യൻ ഇത് കണ്ട് പരിശീലിച്ചു. അങ്ങനെ അദ്ദേഹവും നല്ലൊരു ക്രിസ്തു ഭക്തനായിരുന്നു. ക്രിസ്തുവിലുള്ള പല ഗുണങ്ങളും അദ്ദേഹം പകർത്തി. പ്രത്യേകിച്ച് വിനയം, എളിമ, സാധുജന സേവനം, ഇതെല്ലാം അദ്ദേഹത്തിലും പകർത്തി. അങ്ങനെ ഒരു 28-ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന് തോന്നി ഒരു പട്ടാളക്കാരനാകാം. അത് മാതാപിതാക്കന്മാരുടെ താല്പര്യവും ഉണ്ടായിരുന്നു. അങ്ങനെ പട്ടാളക്കാരനാകാൻ വേണ്ടി മിലാനിൽ നിന്ന് അദ്ദേഹം റോമിലേക്ക് യാത്രയായി. അന്ന് റോമിലാണ് ചക്രവർത്തി. അന്നത്തെ ചക്രവർത്തി ഡയോക്ലീഷ്യനായിരുന്നു. വളരെ പ്രഗത്ഭനായ ഒരു ചക്രവർത്തിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കീഴിൽ വളരെ പ്രശസ്തമായ ഒരു പട്ടാളം തന്നെ ഉണ്ടായിരുന്നു. ഈ ചെറുപ്പക്കാരൻ റോമിൽ വന്ന് താമസിക്കാൻ തുടങ്ങി. പക്ഷേ അന്നത്തെ റോമിലെ കുത്തഴിഞ്ഞ ജീവിതം കണ്ടിട്ടും അതിലൊന്നും മനം മടുക്കാതെ വളരെ തീക്ഷ്ണമായി ധൈര്യത്തോടെ ക്രിസ്തു വിശ്വാസിയായി, ഒപ്പം തന്നെ രാജാവിനെ സേവിക്കുവാൻ വേണ്ടി ഒരു പട്ടാളക്കാരനുമായി. പട്ടാളത്തിൽ അടിക്കടി അദ്ദേഹത്തിന് ഉന്നതി ലഭിച്ചു, പ്രൊമോഷൻസ് കിട്ടി. അങ്ങനെയാണ് ആ ചക്രവർത്തി അദ്ദേഹത്തെ ദ ക്യാപ്റ്റൻ ഓഫ് പ്രറ്റോറിയൻ ഗാർഡ്സ്, വളരെ അസൂയാവർഹമായ ഒരു സ്ഥാനമാണ് അത്, ആ സ്ഥാനത്തിലേക്ക് ഇദ്ദേഹത്തെ കയറ്റിവെച്ചു. ഇതേ സമയം തന്നെ അദ്ദേഹം നല്ലൊരു ക്രിസ്തീയ വിശ്വാസിയായിരുന്നു. അതുകൊണ്ട് അതിൻ്റേതായ സേവനങ്ങളും അദ്ദേഹം ചെയ്തിരുന്നു. പ്രധാനമായിട്ട് ചെയ്തിരുന്നത് ഈശോയെ പറ്റി മറ്റുള്ളവർ പറയുക, സുവിശേഷം അറിയിക്കുക, ആർക്കൊക്കെ സംശയങ്ങളുണ്ടാകുന്നോ അത് തീർത്തു കൊടുക്കുക. അന്നത്തെ കുർബാനയും അന്നത്തെ പ്രാർത്ഥനകളും നടന്നിരുന്നത് ഭൂഗർഭാലയങ്ങൾ, അതിൻ്റെ പേര് കാറ്റക്കോംസ് എന്നാണ്. ആ കാറ്റക്കൊമ്പുകളിലേക്ക് ആളുകളെ നയിക്കുക. നിങ്ങൾക്കറിയാം, ഭൂമിക്ക് അടിയിലുള്ളതാണ് ഭൂഗർഭാലയങ്ങൾ. കിലോമീറ്റർ നീളത്തിലാണ് ഭൂഗർഭാലയങ്ങൾ. അത് എവിടെയാണെന്നോ അതിലേക്കുള്ള കവാടം എവിടെയാണെന്നോ ഒരു പിടിയില്ലാതിരുന്ന ആ സമയത്ത് ആളുകളെ മുഴുവൻ അങ്ങോട്ട് നയിക്കുക, അവിടെ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുക്കുക, അതൊക്കെയായിരുന്നു ഈ സെബാസ്റ്റ്യൻ ചെയ്തിരുന്നത്. കൂടാതെ
ഏതൊക്കെ ക്രിസ്ത്യാനികൾക്ക് രോഗപീഠകളോ പ്രതിസന്ധികളോ സാമ്പത്തിക ബുദ്ധിമുട്ടുകളോ ഒക്കെ ഉണ്ടാകുമ്പോൾ അവർ ഓടിച്ചെന്ന് സഹായിക്കും. തനിക്ക് പട്ടാളത്തിൽ നിന്ന് രാജാവിൽ നിന്ന് ലഭിച്ച ശമ്പളം മുഴുവനും സാധുജനങ്ങളെ സഹായിക്കാൻ അദ്ദേഹം ഉപയോഗിച്ചിരുന്നു. അതുപോലെ തന്നെ ഈ ഭൂഗർഭാലയങ്ങളിൽ അന്ന് കാറ്റക്കിസിസ് ഉണ്ടായിരുന്നു, വേദപാഠം പഠിപ്പിക്കൽ. അതിലും ഇദ്ദേഹം പങ്കെടുത്തിരുന്നു. അങ്ങനെ നല്ല ഒരു ഉറച്ച വിശ്വാസിയായി യേശുവിൻ്റെ പ്രബോധനങ്ങൾ അനുസരിച്ച്, പ്രത്യേകിച്ച് അപ്പസ്തോലിക ജീവിതം എന്നാണ് അതിനെ പറഞ്ഞിരുന്നത്. അപ്പസ്തോലിക ജീവിതം നയിച്ചിരുന്നവർ വിവാഹം കഴിക്കാതെ ഈ ക്രിസ്തുവിനെ മാത്രം, ക്രിസ്തുവിൻ്റെ സഭയിലെ അംഗങ്ങളെ മാത്രം സേവിച്ച് ജീവിക്കുന്നതിനെയാണ് അപ്പസ്തോലിക ജീവിതം. ഇന്നത്തെ ഈ സന്യാസിനിമാരെ പോലെയുള്ള ഏകദേശം ഒരു ജീവിതമാണ് അപ്പസ്തോലിക ജീവിതം. അതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തിൽ അവിടെ വളരെ വളരെ കുറവേ ഈ അപ്പസ്തോലിക ജീവിതം നയിക്കുന്നവർ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് സെബാസ്റ്റ്യൻ എന്ത് ചെയ്തു? ഇതറിഞ്ഞ മാർപ്പാപ്പ അദ്ദേഹത്തിന് ഒരു സ്ഥാനം തന്നെ നൽകി. ഇന്നത്തെ ഷെവലിയർ സ്ഥാനം പോലെ ഒരു സ്ഥാനം അദ്ദേഹത്തിന് നൽകി. സഭാ സംരക്ഷകൻ എന്നൊരു ടൈറ്റിലാണ് അദ്ദേഹത്തിന് കൊടുത്തത്. അങ്ങനെ റോം മുഴുവനും അറിഞ്ഞു, ഈ അദ്ദേഹത്തിൻ്റെ ആ സ്ഥലത്ത് മുഴുവൻ അറിയപ്പെട്ടു. അങ്ങനെ മനോഹരമായ സേവനം ചെയ്ത് കൊണ്ടുപോകവെയാണ് ആ കാര്യം സംഭവിച്ചത്. അദ്ദേഹത്തിൻ്റെ എതിരാളികൾ ഇദ്ദേഹത്തെ രാജാവിന് ഒറ്റിക്കൊടുത്തു. അദ്ദേഹത്തോട് പറഞ്ഞു, ഇദ്ദേഹം ഒരു ക്രിസ്ത്യാനിയാണ്, ക്രിസ്തുവിനെയാണ് ആരാധിക്കുന്നത്, അല്ലാതെ റോമൻ ദേവതകളെ അല്ല എന്ന് പറഞ്ഞപ്പോൾ രാജാവ് അദ്ദേഹത്തെ രാജകൊട്ടാരത്തിലേക്ക് വിളിച്ചു വരുത്തി അനേകരുടെ മുമ്പിൽ വെച്ച് അദ്ദേഹത്തെ ചോദ്യം ചെയ്തു. നിങ്ങൾ എന്നെ ചതിക്കുകയാണോ? നിങ്ങൾ രണ്ട് മുഖമുള്ള ഒരു വ്യക്തിയാണോ? നിങ്ങൾ എന്താണ് എന്നെ സേവിക്കുന്നതിന് പകരം, എൻ്റെ ദൈവത്തെ ആരാധിക്കുന്നതിന് പകരം ക്രിസ്ത്യാനികളുടെ ദൈവത്തെ ആരാധിക്കുന്നത്? അപ്പോൾ സെബാസ്റ്റ്യൻ മറുപടി പറഞ്ഞു, അല്ലയോ രാജാവേ, അങ്ങയെ ഞാൻ രാജാവായി അംഗീകരിക്കുകയും അങ്ങയോട് കടപ്പെട്ട എല്ലാ സേവനങ്ങളും ഒരു തെറ്റും കൂടാതെ, ഒരു കുറവും കൂടാതെ ഞാൻ പാലിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. ശരിയാണ്, ഞാൻ ഇപ്രകാരം ഒരു ക്രിസ്ത്യാനിയാണ് എന്നുള്ളത് ശരിയാണ്. ഇത് കേട്ടപ്പോൾ രാജാവ് കുറെ കൂടി കൂടുതൽ കുപിതനായി. ചോദിച്ചു, നീ എന്തുകൊണ്ടാണ് ഇത് ചെയ്തത്? അപ്പോൾ സെബാസ്റ്റ്യൻ മറുപടി പറഞ്ഞു, രാജാവേ, ഈ ക്ഷുദ്ര ദേവങ്ങളെ, അന്ധവിശ്വാസമുള്ള ദേവന്മാരെ ആരാധിക്കുക എൻ്റെ മനസ്സാക്ഷി എന്നെ സമ്മതിക്കുന്നില്ല. ഞാൻ ഇസ്രായേൽ ജനതയുടെ ദൈവമായ യഹോവയെയും ആ യഹോവ അയച്ച യേശു ക്രിസ്തുവിനെയും ദൈവമായിട്ട് അംഗീകരിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നു. ആ ജനത്തിന് വേണ്ട സേവനം ഞാൻ ചെയ്തു വരുന്നു, അല്ലാതെ രാജാവിനെതിരായി ഒന്നും തന്നെ ചെയ്തിട്ടില്ല. പക്ഷേ ഇതുകൊണ്ടൊന്നും രാജാവ് സംപ്രീതനായില്ല. അദ്ദേഹം ഈ സെബാസ്റ്റ്യനെ അമ്പെയ്ത് കൊല്ലാനാണ് വിധിച്ചത്. അമ്പെയ്ത് കൊല്ലുക അന്നത്തെ ക്രൂരമായ ഒരു ശിക്ഷാരീതിയാണ്. പക്ഷെ എന്നിട്ടും രാജാവ് ഒരു പടി കൂടി കടന്ന് ഇദ്ദേഹത്തെ മാനസാന്തരപ്പെടുത്താൻ പറ്റുമോ എന്ന് പരിശ്രമിച്ചു. അതിനുവേണ്ടി ഉന്നതമായ സ്ഥാനങ്ങളും ധാരാളം പണവും എല്ലാം വാഗ്ദാനം ചെയ്തെങ്കിലും സെബാസ്റ്റ്യൻ സമ്മതിച്ചില്ല. ഞാൻ ഇതിൽ നിന്ന് ഒരു അണുവിട മാറുകയില്ല, എൻ്റെ ദൈവത്തെ ഞാൻ ആരാധിക്കും, അങ്ങയെ ഞാൻ സേവിക്കും എന്നാണ് സെബാസ്റ്റ്യൻ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ രാജാവ് തീരുമാനിച്ചു ഇദ്ദേഹത്തെ അമ്പെയ്ത് കൊല്ലുക. അന്നത്തെ പ്രസിദ്ധമായ ഒരു സ്ഥലമാണ് ആപ്പിയൻ വഴികൾ. റോമിന് പുറത്തുള്ള മനോഹരമായൊരു സ്ഥലമാണ്. ജനങ്ങളെല്ലാം ഒരുമിച്ച് കൂടുന്ന സ്ഥലമാണ് അവിടെ പരസ്യമായി ഒരു മരത്തിൽ സെബാസ്റ്റ്യനെ കെട്ടി, ഭദ്രമായി കെട്ടി, ഒരു രീതിയിലും രക്ഷപ്പെടാൻ നിവൃത്തിയില്ലാത്ത രീതിയിൽ കെട്ടി അദ്ദേഹത്തെ അമ്പെയ്ത് കൊല്ലാൻ തീരുമാനിച്ചു. അതിനുവേണ്ടി മൗറീഷ്യസ് എന്ന് പറയുന്ന ആ രാജ്യത്ത് നിന്ന് ഏറ്റവും വിദഗ്ധരായ അമ്പെയ്ത്തുകാരെ കൊണ്ടുവന്നാണ് അദ്ദേഹത്തെ അമ്പെയ്ത്. ഇതിൽ ഒരു കാരണവശാലും അദ്ദേഹം ജീവിച്ചിരിക്കരുത് എന്ന് തീരുമാനിച്ചുകൊണ്ടാണ്. അങ്ങനെ ഈ ആരാചാര്യന്മാർ തുരുതരെ അമ്പെയ്തു. അദ്ദേഹത്തിൻ്റെ ശരീരത്തിനകത്തുള്ള ഏറ്റവും വിലപ്പെട്ട അവയവങ്ങളെ ഒന്നും ബാധിക്കാത്ത രീതിയിലാണ് ഈ അമ്പുകളെല്ലാം തുളച്ചു കയറിയത്. രക്തം ധാരാളം ഒലിച്ചുപോയി. അദ്ദേഹം ബോധം കെട്ടു. അദ്ദേഹം അവിടെ തന്നെ കിടന്നു. കുറേ കഴിഞ്ഞപ്പോൾ ആരാചാര്യന്മാർ കരുതി ഇദ്ദേഹം മരിച്ചുപോയെന്ന്. അതുകൊണ്ട് അവർ കെട്ടുകളെല്ലാം അഴിച്ച് ആ ബോഡി അവിടെ തന്നെ ഇട്ട് അവർ കടന്നു കളഞ്ഞു. ഉടൻ തന്നെ ക്രിസ്ത്യാനികൾ ഓടിയെത്തി
തങ്ങളുടെ നേതാവിന് ഇത്രയും വലിയ ഹീനമായ ഒരു മരണം സംഭവിച്ചല്ലോ എന്ന് വിചാരിച്ച് ക്രിസ്ത്യാനിൽ ഓടിക്കൂടി അവർ പ്രാർത്ഥിക്കാനൊക്കെ തുടങ്ങി. അതിൽ ഒരു സ്ത്രീ, ഐറീൻ എന്നാണ് അവളുടെ പേര്, അവൾ സൂക്ഷ്മമായി നോക്കിയപ്പോൾ സെബാസ്റ്റ്യൻ മരിച്ചിട്ടില്ല, അദ്ദേഹം ജീവിക്കുന്നുണ്ട്, ഉള്ളിൽ ജീവനുണ്ട്. അപ്പോൾ എല്ലാവരും പറഞ്ഞു, മരിച്ചു എന്ന് തന്നെ വിചാരിച്ച് പറയുക, പരസ്യ വാർത്ത മരിച്ചു എന്ന് തന്നെ പറയുക, നമുക്ക് രഹസ്യമായി വീട്ടിലേക്ക് ശവസംസ്കാരത്തിനായി കൊണ്ടുപോകാം, വീട്ടിൽ കൊണ്ടുചെന്ന് നമുക്ക് ചികിത്സിക്കാം എന്ന് പറഞ്ഞ് ഐറീൻ സെബാസ്റ്റ്യൻ്റെ മൃതദേഹം എന്ന് കരുതുന്ന ദേഹത്തെ വീട്ടിൽ കൊണ്ടുപോയി ശുശ്രൂഷിക്കാൻ ആരംഭിച്ചു. അദ്ദേഹത്തിന് ബോധം തിരിച്ചു കിട്ടി, ശ്വസിക്കാൻ തുടങ്ങി. തുടർച്ചയായ മാസങ്ങൾ ആ വീട്ടിനകത്ത് തന്നെ ശുശ്രൂഷിച്ച് അദ്ദേഹം വീണ്ടും ആരോഗ്യമുള്ളവനായി. അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങി പഴയ രീതിയിൽ ജോലികൾ ചെയ്യാൻ തുടങ്ങി. സാധുജന സംരക്ഷണം ഏറ്റെടുത്തു, സുവിശേഷ പ്രഘോഷണം നടത്താൻ തുടങ്ങി, ക്രിസ്ത്യാനികളെ സന്ദർശിക്കാനും അവരെ ഉപദേശിക്കാനും അവരെ പ്രോത്സാഹിപ്പിക്കാനും തുടങ്ങി. അവസാനം രാജകൊട്ടാരത്തിലും ഈ വാർത്ത എത്തി, സെബാസ്റ്റ്യൻ മരിച്ചിട്ടില്ല, ജീവിക്കുന്നു എന്ന വാർത്ത. രാജാവിനെ സ്തംഭിപ്പിച്ചു കളഞ്ഞു. അദ്ദേഹം ആശ്ചര്യപ്പെട്ടു, അദ്ദേഹം ഭയപ്പെട്ടു. മരിച്ചവൻ ജീവിക്കുമോ? അദ്ദേഹം സെബാസ്റ്റ്യനെ വരുത്തി. സെബാസ്റ്റ്യനെ കണ്ടപ്പോൾ രാജാവ് അത്ഭുതപ്പെട്ടു പോയി, ഭയചകിതനായി. ഇനി എന്തായിരിക്കും അടുത്തത്? ഉടനെ രാജാവ് ചോദിച്ചു, നീ എന്താണ് പ്ലാൻ? ഇനിയും നിന്റെ ജോലി തുടരുമോ? നീ ക്രിസ്ത്യാനിയായി തുടരുമോ? അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു, ഞാൻ തീർച്ചയായും ക്രിസ്ത്യാനിയായി നിന്ന് തുടരും. ഉടനെ അദ്ദേഹം കൽപ്പിച്ചു, ഇനി ഒരു നിമിഷവും വിടരുത്, ഇദ്ദേഹത്തെ എൻ്റെ കൺമുമ്പിൽ വെച്ച് തന്നെ ഗദ കൊണ്ട് അടിച്ചു കൊല്ലണം. അതിനുവേണ്ടി ആ രാജകൊട്ടാരത്തിൻ്റെ നടുമുറ്റത്ത് നടുവിൽ നിർത്തി കിങ്കരന്മാരെ ഏർപ്പാട് ചെയ്ത് ഗദ കൊണ്ടുവന്ന് അദ്ദേഹത്തിൻ്റെ തലയിൽ ആഞ്ഞടിച്ച് അദ്ദേഹത്തെ കൊന്നുകളഞ്ഞു. ആ മൃതദേഹം ഇനി ക്രിസ്ത്യാനികൾക്ക് വിട്ടുകൊടുത്താൽ അത് ആഘോഷമായ മൃതദേഹ സംസ്കാരമാക്കി മാറ്റി അതിലൂടെ അനേകം പേരെ മാനസാന്തരപ്പെടുത്തും എന്ന് കണ്ട രാജാവ് എന്ത് ചെയ്തെന്നറിയാമോ? ആ മൃതദേഹം അവിടെ ടൈബർ നദിയുണ്ട്, ആ ടൈബർ നദിയിൽ ഒഴുക്കിക്കളഞ്ഞു. അത് എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിലായി തീർന്നു. അങ്ങനെ ക്രിസ്ത്യാനികൾക്ക് വലിയ സങ്കടമായി. തങ്ങളുടെ നേതാവിൻ്റെ മൃതദേഹം പോലും കിട്ടിയില്ല, അതിനെ ആഘോഷമായി സംസ്കരിക്കാൻ പറ്റിയില്ല എന്ന് സങ്കടത്തോടുകൂടി ഇരിക്കുമ്പോഴാണ് ലുസീന എന്ന് പറയുന്ന ഒരു സ്ത്രീക്ക് പ്രത്യക്ഷപ്പെട്ടു. അവളോട് പറഞ്ഞു, എൻ്റെ മൃതദേഹം ഇന്ന സ്ഥലത്ത് കിടപ്പുണ്ട്. ഉടനെ കൂട്ടുകാരെല്ലാം വിളിച്ച് ഇവൾ അവിടെ ചെന്നപ്പോൾ ആ മൃതദേഹം അവർക്ക് തിരികെ കിട്ടി. അതവർ ആഘോഷമായി അവിടെ നിന്ന് എടുത്തുകൊണ്ടുവന്ന് അവിടെ ഈ ഭൂഗർഭാലയത്തിൻ്റെ ഒരു വശത്ത് മൃതദേഹങ്ങൾ സംസ്കരിക്കുന്ന ഒരു സ്ഥലത്ത് സംസ്കരിച്ചു. ഇന്ന് അവിടെ ഒരു ബസിലിക്കയാണ്, ദ ബസിലിക്ക ഓഫ് സെൻറ്റ് സെബാസ്റ്റ്യൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അത് മുഴുവനും ഭൂഗർഭാലയങ്ങളാണ്, കാറ്റക്കൊമ്പുകളാണ്. ഇന്നും റോമിൽ പോകുന്ന ആളുകൾക്ക് അത് കാണാവുന്നതാണ്. ഞാൻ തന്നെ പല പ്രാവശ്യം അവിടെ പോയിട്ടുണ്ട്. ആ ഭൂഗർഭാലയങ്ങൾ ഇന്നും സജീവമാണ്, ആളുകളെ കൊണ്ട്, തീർത്ഥാടകരെ കൊണ്ട്. അതിൻ്റെ ഒരു അറ്റത്താണ് ഇന്നും സെൻറ്റ് സെബാസ്റ്റ്യൻ്റെ ബസിലിക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. കൂടാതെ അദ്ദേഹത്തിൻ്റെ ഈ തിരുശേഷിപ്പ് ലോകത്തിൻ്റെ പല ഭാഗത്തേക്ക് അയച്ചു. സ്പെയിനിൽ, പോർച്ചുഗൽ, ഇറ്റലിയിലെ പല ഭാഗങ്ങൾ അവരെല്ലാം അയച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിലും ഈ തിരുശേഷിപ്പുകൾ എത്തിയിട്ടുണ്ട്. അർത്തുങ്കൽ പള്ളിയിൽ തിരുശേഷിപ്പ് ഇരിപ്പുണ്ട്. അന്ന് ആ കാലത്ത് ഇന്നത്തെ പോലെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കുക, ഒരുപാട് വലിയ പഠനങ്ങൾ നടത്തുക, പൊസസിയോ ഏർപ്പാട് ചെയ്യുക എന്നൊന്നും അന്നില്ല. അന്ന് ഒരാൾ നല്ല ഭക്തനായി ജീവിച്ചാൽ, വലിയ അത്ഭുതങ്ങൾ നടന്നാൽ അദ്ദേഹത്തെ ജനങ്ങളാണ് വിളിച്ചു പറയുക ഇദ്ദേഹം വിശുദ്ധനാണ് എന്ന്. അങ്ങനെ സെൻറ്റ് സെബാസ്റ്റ്യനെ വിളിച്ചു പറഞ്ഞു ഇദ്ദേഹം വിശുദ്ധനാണ്. മാർപ്പാപ്പയും അത് അംഗീകരിച്ചു. അങ്ങനെയാണ് സെൻറ്റ് സെബാസ്റ്റ്യൻ ആയത്. പിന്നെ എങ്ങനെയാണ് ഈ ഭക്തി വളർന്നത്? ഇദ്ദേഹത്തോട് പ്രത്യേകമായ ഭക്തി വളർന്നത് 6-ാം നൂറ്റാണ്ടിൽ ഇറ്റലിയിൽ ഒരു വലിയ വിഷൂജിക, കോളറ എന്ന രോഗം പടർന്നു പിടിച്ചു. അനേകം ആയിരങ്ങളാണ് മരിച്ചു വീണത്. അപ്പോൾ അന്നത്തെ ആ രാജാവിന് വലിയ പ്രയാസമായി, മനുഷ്യർ മരിച്ചു വീഴുന്നു, എന്താണ് ഇനി ഒരു പ്രതിവിധി? അങ്ങനെ അദ്ദേഹം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ്, അന്നന്ന് ക്രിസ്ത്യൻ രാജാക്കന്മാരാണ് എന്ന കാര്യം ഓർക്കണേ. ആ രാജാവ് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ഒരു ദർശനം കണ്ടു. സെൻറ്റ് സെബാസ്റ്റ്യനെ ബഹുമാനിക്കുക,
ആദരിക്കുക, അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു അൾത്താര നിർമ്മിക്കുക. അങ്ങനെ ഈ രാജാവ് എന്ത് ചെയ്തു? ജനങ്ങളോട് പറഞ്ഞു, നമുക്ക് സെൻറ്റ് സെബാസ്റ്റ്യനെ പ്രത്യേകമായി ബഹുമാനിക്കാം, ആദരിക്കാം, അദ്ദേഹത്തെ പൂജ്യമായി വണങ്ങാം. അതിനു വേണ്ടി റോമിൽ തന്നെ ഒരു വലിയ അൾത്താര ഉണ്ടാക്കി അതിൽ രൂപം വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അന്ന് വലിയ മാറ്റമാണ് ജനങ്ങളുടെ ഇടയിൽ ഉണ്ടായത്. ഈ രോഗം അപ്രത്യക്ഷിതമായി. വീണ്ടും 1545 ഇതുപോലെ തന്നെ മിലാനിലും റോമിലും ഇതുപോലെ ഈ കോളറ പടർന്നു പിടിച്ചു. അപ്പോൾ ജനം വീണ്ടും പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഈ വിശുദ്ധൻ്റെ രൂപം വഹിച്ചുകൊണ്ട് എവിടെയെല്ലാം കോളറ എന്ന രോഗമുണ്ടോ അവിടെയെല്ലാം ഈ വിശുദ്ധൻ്റെ രൂപം വഹിച്ച് പ്രാർത്ഥന തുടങ്ങി. ആഘോഷമായ പ്രദക്ഷിണങ്ങൾ നടത്തി. അങ്ങനെ മിലാൻ, റോം അവിടേക്ക് നടന്നു. പോർച്ചുഗലിൻ്റെ തലസ്ഥാനമാണ് ലിസ്ബൺ. ലിസ്ബണിലും ഇതുപോലെ കോളറ പടർന്നു പിടിച്ചപ്പോൾ അവിടെയും ഇവരിങ്ങനെ പ്രദക്ഷിണമായി ഇദ്ദേഹത്തിൻ്റെ രൂപം കൊണ്ട് നടന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയതോടെ ഈ രോഗം അപ്രത്യക്ഷമായി. അതിനെ തുടർന്ന് കർമ്മലീത്ത സന്യാസിമാരാണ് ഈ ഒരു ഭക്തി ഏറ്റെടുത്തത്. അവരുടെ എല്ലാ മഠങ്ങളിലും സ്ഥാപനങ്ങളിലും സെൻറ്റ് സെബാസ്റ്റ്യനെ പറ്റിയുള്ള ഭക്തി അവർ വളർത്തി. അങ്ങനെ ഈ മിഷണറിമാർ കേരളത്തിലേക്ക് വന്നപ്പോൾ 16-ാം നൂറ്റാണ്ടിലാണ് കേരളത്തിൽ സെൻറ്റ് സെബാസ്റ്റ്യനെ പറ്റി അറിയുന്നത്. കേരളത്തിലും ഇതുപോലെയുള്ള പകർച്ചവ്യാധികൾ ധാരാളം ഉണ്ടായിരുന്ന ഒരു കാലമായിരുന്നു. അപ്പോൾ എന്തു ചെയ്തു? ഈ സന്യാസിമാരുടെ നേതൃത്വത്തിൽ, കർമ്മലീത്ത വൈദികരുടെ നേതൃത്വത്തിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സെൻറ്റ് സെബാസ്റ്റ്യൻ്റെ രൂപങ്ങൾ വഹിച്ചുകൊണ്ട് പ്രദക്ഷിണങ്ങളും പെരുന്നാളുകളും ആരംഭിച്ചു. അങ്ങനെ 400 കൊല്ലത്തെ പാരമ്പര്യമുണ്ട് ഈ കേരളത്തിൽ സെൻറ്റ് സെബാസ്റ്റ്യനുള്ള നമ്മുടെ ഭക്തി. പക്ഷേ എന്തുണ്ടായി? ആ ഭക്തി വലിയ ഒരു തിരുനാളിൽ നിന്ന് അത് വെറും പെരുന്നാളുകളായിട്ട് മാറി. തിരുനാൾ എന്ന് പറഞ്ഞാൽ ഒരു വിശുദ്ധിയുള്ള ആഘോഷം എന്നാണ് ഇതിനർത്ഥം, തിരുനാൾ. പക്ഷെ എന്തായി പിന്നീട്? അത് ഭക്തിക്ക് പകരം വെറും ആഘോഷങ്ങളായിട്ട് മാറി. പ്രിയരെ, നിങ്ങൾ വിശുദ്ധ സെബസ്ത്യാനോസിനെ അനുകരിക്കുന്നെങ്കിൽ, ആ വിശുദ്ധൻ്റെ മഹത്വം മനസ്സിലാക്കുമെങ്കിൽ നമ്മൾ തിരിച്ചു വരണം. നിങ്ങൾക്കറിയാമോ ഒരു വിശുദ്ധനെ എങ്ങനെയാണ് നമ്മൾ ബഹുമാനിക്കുക? ഈ വിശുദ്ധരുടെ ഭക്തി എന്താണ്? 3 കാര്യങ്ങളാണ് അതിലുള്ളത്. ഒന്നാമത്തെ കാര്യം, ഈ വിശുദ്ധനെ ബഹുമാനിക്കണം. അത്രയും മനോഹരമായ ജീവിതം നയിച്ച ഈ വിശുദ്ധനെ ആരാധിക്കുകയല്ല, ബഹുമാനിക്കുകയാണ്. ആരാധന എന്ന് പറയുന്നതും ബഹുമാനം കൊടുക്കുക എന്ന് പറയുന്നതും രണ്ടാണ്. രണ്ടാമത്തെ കാര്യമോ, ഈ വിശുദ്ധൻ്റെ ജീവിത മാതൃക അനുകരിക്കലാണ്. അല്ലാതെ അദ്ദേഹത്തെ കൊണ്ടു നടന്നുകൊണ്ട് മാത്രമായില്ല, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ മഹത്വം കാണണം. മൂന്നാമത്തെ കാര്യം, ഈ വിശുദ്ധനോട് നമ്മൾ പ്രാർത്ഥിക്കണം, മാധ്യസ്ഥം പ്രാർത്ഥിക്കണം. നമുക്കറിയാം എല്ലാ വിശുദ്ധന്മാരും ചെയ്യുന്നത് എന്താണ്? അവർ ദൈവത്തിൻ്റെ അരികിൽ നമുക്ക് വേണ്ടി മാധ്യസ്ഥം, ഇടനിലക്കാരായി വർത്തിക്കുക, പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് എല്ലാ വിശുദ്ധന്മാരും ചെയ്യുന്നത്. നാമും അത് തന്നെ ചെയ്യണം. അങ്ങനെ നമ്മൾ ഈ യേശുവിൻ്റെ ശൈലി അനുകരിച്ച്, വിശുദ്ധന്മാരുടെ ജീവിത മാതൃക അനുകരിച്ച് നമ്മൾ നല്ല ക്രിസ്ത്യാനികളായി. അതുകൊണ്ടാണ് പറയുന്നത്, ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കുന്നതാണ്, ആർ യു എ പ്രാക്ടീസിങ് കാത്തലിക്? പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ? യേശു പറഞ്ഞ കാര്യങ്ങൾ പ്രാവർത്തികമാക്കുന്നുണ്ടോ? ഈ 3 കാര്യങ്ങളും ചേർന്നതാണ് ഒരു വിശുദ്ധനെ ബഹുമാനിക്കാനുള്ള വഴി. അതുകൊണ്ട് സെൻറ്റ് സെബാസ്റ്റ്യനെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്ത് നമുക്ക് യേശുവിനോട് ചേർന്ന് നിൽക്കാം. യേശുവിൻ്റെ ജീവിത ശൈലി നമുക്ക് അനുകരിക്കാം. ഈ വിശുദ്ധനോട് മാധ്യസ്ഥം പ്രാർത്ഥിക്കാം. അങ്ങനെ ഈ അടുത്ത് വരുന്ന തിരുനാളുകളൊക്കെ മനോഹരമായി തീരട്ടെ. ശരിയായ ക്രിസ്തീയ ഭക്തി അവിടെ ഉണ്ടാകട്ടെ, ചൈതന്യം അവിടെ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, ഇപ്രകാരം സെൻറ്റ് സെബാസ്റ്റ്യൻ എന്ന വിശുദ്ധനെ ഞങ്ങൾക്ക് നൽകിയതിന് അങ്ങയോട് ഞങ്ങൾ നന്ദി പറയുന്നു. ഈ വിശുദ്ധൻ ഞങ്ങൾക്ക് നല്ലൊരു മാതൃകയാണ്. ഈ വിശുദ്ധൻ്റെ ജീവിതചര്യകൾ ഞങ്ങൾക്ക് വലിയ വെല്ലുവിളിയാണ്. ഈശോയെ അടുത്തനുകരിച്ചു, അത്യാഘാതത്തിൽ ദൃഢമായ ബന്ധത്തിൽ ജീവിച്ചു, യേശു പറഞ്ഞ കാര്യങ്ങൾ സ്വജീവിതത്തിൽ അനുവർത്തിച്ചു. അങ്ങനെ ഈ വിശുദ്ധനെ നൽകിയതിന് ദൈവമേ നന്ദി പറയുന്നു. ഈ വിശുദ്ധൻ്റെ മാതൃക ഞങ്ങൾ അനുകരിക്കണം. ഈ വിശുദ്ധനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ നാട്ടിലെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടാൻ വേണ്ടി ഈ വിശുദ്ധൻ്റെ മാധ്യസ്ഥം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
വിശുദ്ധനായ സെബസ്ത്യാനോസെ, അങ്ങ് പിതാവായ ദൈവത്തിൻ്റെ അരികെ ഇരുന്ന് ഈ നാടിനു വേണ്ടിയും ഞങ്ങളുടെ പെരുന്നാളുകൾക്ക് വേണ്ടിയും പ്രദർശനങ്ങൾക്ക് വേണ്ടിയും അങ്ങ് മാധ്യസ്ഥം പ്രാർത്ഥിക്കണമേ. ഞങ്ങളെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ സമൂഹങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കാണിച്ചു തരണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും. ആമേൻ.